ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് വട്ടവടയിലേക്ക് പോവാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇപ്പോൾ കുന്നംകുളത്താണ് നിൽക്കുന്നത്. ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുന്നംകുളത്ത് നിന്ന് നേരെ നേര്യമംഗലം ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബ്ലോക്കാണ് ഇവിടെ മുതൽ. അതിനിടയിൽ നമ്മൾ ചായ കുടിച്ചു. നേര്യമംഗലം പാലം കഴിഞ്ഞ കുത്തനുള്ള ഒരു കയറ്റാണ്. ആ കയറ്റം കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മുളയരി പായസം. ഈ കാണുന്ന ബാംബു റൈസ് ഉപയോഗിച്ചാണ് ഇവർ ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 30 രൂപയാണ്. ഇത് ചീയപ്പാറ വാട്ടർഫാൾസിന്റെ അടുത്താണ്. മൂന്നാറിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന വെള്ളച്ചാട്ടമാണിത്, ചീയപ്പാറ വാട്ടർഫാൾസ്. 2-ാം മൈല് വ്യൂ പോയിന്റ് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് ഈ വഴി പോകുന്നത്. മൂന്നാർ ടൗൺ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ പോകുണ്ടായിരുന്നു. വട്ടവട എത്തുന്നത് വരെ വേറെ പെട്രോൾ പമ്പ് ഇല്ലാത്ത കാരണം മൂന്നാറിൽ നിന്ന് ആവശ്യമുള്ള പെട്രോൾ അടിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടർന്നത്. മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് റോഡ് സൈഡിൽ തന്നെ. നമ്മൾ ജസ്റ്റ് ഉണ്ട് കയറിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടുത്തെ വെള്ളത്തിന്. ചെറിയ മഴയുണ്ട്. അവിടെ ഒരു രക്ഷയില്ല, നല്ല മഴയാണ് ഇവിടെ. അപ്പം നമ്മളിവിടെ നൈസായിട്ട് ചായ കുടിക്കാൻ നിർത്തിയതാണ് ഇവിടെ. ഇക്കോ പോയിന്റിന്റെ അവിടേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുണ്ടള ഡാമും കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേരും വണ്ടി നമ്പറും കൊടുത്തിട്ട് വേണം ഈ ചെക്ക് പോസ്റ്റ് കവർ ചെയ്യാനായിട്ട്. പാമ്പാടുംശോല നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിമൽസിനൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഫൈനലി നമ്മൾ വട്ടവടയിലെ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഈ താഴെ കാണുന്നതാണ് പച്ചക്കറി കൃഷി, അതുപോലെ സ്ട്രോബെറി ഫാം ഒക്കെ ഉള്ള ഏരിയ. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പഴത്തോട്ടം വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത്. അവിടെ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. ചിലന്തിയർ വാട്ടർഫാൾസ് ഒക്കെ ഉള്ളത് അവിടെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ വഴി നേരെ പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് അതിനൊക്കെ കറങ്ങി വരാം. അല്ലെങ്കിൽ കുറച്ചും കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഒരു ടാർ ചെയ്ത റോഡ് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നത്. ആ വഴി അങ്ങനെ ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ വട്ടവടയുടെ സെൻറ്ററിൽ എത്തിയേക്കാണ്.
അവിടെ വരെ റോഡുള്ളൂ. പിന്നെ ഇങ്ങോട്ട് കോൺക്രീറ്റ് വഴിയാണ് ഇവിടെ വെച്ച് റോഡ് അവസാനിച്ചു. അപ്പോൾ വണ്ടി ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിക്കിട്ട് വരാം. കമ്പാ തൃശ്ശൂർ സ്ട്രോബെറി ചെടി ഇപ്പം സീസൺ അല്ല. സീസൺ അല്ല അല്ലേ? സീസൺ സമയമാണെങ്കിൽ എല്ലാ സ്ഥലത്തും നിറച്ച് പഴമായിരിക്കും. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ തൈ ഉണ്ടാകുമായിരുന്നു. തൈ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഇപ്പൊ ചിലതിലുണ്ടായില്ലേ? ചിലത് ഇപ്പൊ ഈ 2 ആഴ്ച മഴ ഇല്ലാത്തതുകൊണ്ട് ഇത് ക്യാരറ്റാ? ക്യാരറ്റിന്റെ ചെടിയില്ലേ? മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ കായായി വരുന്നത്. സൂര്യകാന്തി ചെടി, സൂര്യകാന്തി ചെടി, കാബേജ്. ഇത് സ്ട്രോബെറി ചെടി. ഇതൊക്കെ നാടൻ സ്ട്രോബെറിയാ. നാടൻ സ്ട്രോബെറി തന്നെ തൈ ഉണ്ടാകും. ഇതുപോലെ വലിയടിച്ച് തൈ ഉണ്ടാകും. അത് ചെണ്ടുമല്ലി. സൂര്യകാന്തി ഉണ്ടായിക്കൊണ്ടല്ലോ ഇഷ്ടം പോലെ. മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ പൂ ഇടാൻ തുടങ്ങിയിട്ടില്ല. കടില്ല അതനുസരിച്ച് നവംബർ ഡിസംബറിലൊക്കെ കുറേ ഉണ്ടാവും അല്ലേ? നവംബർ ഡിസംബറിലാണ് സീസൺ. അത് പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമ്മൾ ഇത് സീസൺ. അപ്പം പൂനെന്നാണ് തൈ വരുന്നത്. പൂനെയില്ല, അതിപ്പോൾ എത്ര 6 മാസം നമുക്ക് ആ വലിയ ഹൈബ്രിഡ് ബോക്സിൽ അടച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കായ്ക്കും. ഇത് നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസം തൈ വെച്ചതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാണകവെള്ളവും ഇതെല്ലാം ഒഴിച്ചു കൊടുക്കണം. അത് പിന്നെയാണ് പൂക്കാൻ തുടങ്ങി കായ്ക്കാൻ. ഇനി നല്ല റെഡ് ആണെങ്കിൽ ഇത് പുളിയൊന്നുമില്ല, ലൈറ്റ് ആയിട്ട് മധുരമൊക്കെ ഉണ്ട്. ഇത് നാടൻ പഴമായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മഞ്ഞ കളർ, നല്ല ചുമലാണെങ്കിൽ നല്ല മധുരമായി. ഇത് പൊട്ടിച്ച് ജാം ഉണ്ടാക്കുമല്ലേ? ഒത്തിരി പഴം നല്ല വെയിലാണെങ്കിൽ എല്ലാം ഒന്നിച്ചങ്ങ് കായ്ക്കും. നമ്മൾ എന്നാ ചെയ്യുന്ന അറിയത്തില്ല. അത് ഗസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പഴം പഞ്ചസാരയിട്ട് വേവിച്ച് ലെമൺ ചേർത്തിട്ട് ഇളക്കി ജാം 6-8 മണിക്കൂർ വേവിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. തൈ ഏത് തൈ? ഇത് ആദ്യം ഇങ്ങനെ വള്ളി വന്നിട്ട് വേറെ മണ്ണിൽ ഇങ്ങനെ വരൂല്ലേ? എന്നിട്ട് ഇതേല് തന്നെ പിന്നെ ഇവിടെയും തൈ ഉണ്ടാകും. നമ്മൾ അത് കട്ട് ചെയ്യുമ്പോഴത്തേനും ഇതും തൈ ഉണ്ടാകും, ഇതും തൈ ഉണ്ടാകും. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ തൈ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് വരുന്ന വള്ളി മണ്ണിൽ ടച്ച് ചെയ്ത് അവിടെ പിന്നെ വേറെ ഉണ്ടാവും അല്ലേ? വേറെ തൈ. ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ മൊത്തം തൈ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, പൂക്കത്തില്ല. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് നല്ല ഞരമ്പൊക്കെ എന്നിട്ടാണ് അകത്തെ കൂടുതൽ സ്ട്രോബെറി അല്ലേ ഇവിടെ സീസൺ. ആ സമയത്ത് മാത്രമേ ഉള്ളൂ സ്ട്രോബെറി. ബാക്കി എല്ലാ സമയത്തും കൃഷിപ്പണി. ഉരുളക്കിഴങ്ങ്, ബീൻസ്, വെളുത്തുള്ളി, ക്യാരറ്റ്, ഇതെല്ലാം വെളുത്തുള്ളി, മറ്റേ ബീൻസ്, അതുണ്ട് വള്ളി ബീൻസ്, ഇതെല്ലാം കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നവംബർ ഡിസംബറിലാണ് സ്ട്രോബെറിയുടെ സീസൺ. 2 ബോട്ടില് ജാം മേടിച്ചിട്ടുണ്ട്. ഒറിജിനൽ സ്ട്രോബെറി വട്ടവട സ്പെഷ്യൽ. അതൊന്ന് കറങ്ങി ഒരു 6 കിലോമീറ്റർ പോകണം. അത് ആ കഴിഞ്ഞ് വരുന്ന ആ സ്ഥലം വന്നിട്ട് പാട്ടോട്ടം കഴിഞ്ഞുള്ള സ്ഥലം. അത് ആ ടവർ നിൽക്കുന്നത് അവിടെ